صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صلى الله على محمد صلى الله عليه وسلم. 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 اللهم صل على محمد يا رب صل عليه وسلم. أفضل الذكر لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم. عليها نحيا وعليها نموت وعليها نبعث إن شاء الله. പെട്ടെന്ന് തിരിച്ചു പോകേണ്ടതുണ്ട്. എൻ്റെ പറഞ്ഞ സുഹൃത്ത് സബീബ് ഫൈസി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദർസ് ഉദ്ഘാടനം അത് വളരെ നിർബന്ധപൂർവ്വം ക്ഷണിച്ചപ്പോൾ അത് സ്വീകരിക്കാതെ ഒഴിഞ്ഞു മാറാൻ ഒരു നിർവാഹവുമില്ല. അത് കാരണം വേഗം ആ കാര്യം നിർവഹിച്ച് പോകാൻ വന്നതാണ്. പെട്ടെന്ന് വളരെ ദൂരെ യാത്ര ചെയ്ത് പോകേണ്ടതുണ്ട്. ചെറിയൊരു ദുആ നടത്താം. കുറച്ചുകൂടി മുമ്പോട്ടിരുന്ന് മതി മതി മതി. നിങ്ങളാണ് പുതിയ മുതാലിമുകൾ അല്ലേ? വിവിധ നാട്ടുകാരാണ്. ഇൽമു പഠിക്കാൻ വേണ്ടി വന്നവരുന്നു. ഇൽമു പഠിക്കാം. അതുകൊണ്ട് ഇൽമു പഠിക്കുക, അതിൻ്റെ മഹത്വം. അല്ല നസീഹത്ത് ഇൽമിനെ പറ്റിയൊക്കെ ഉസ്താദുമാർ പ്രസംഗിച്ചു അല്ലേ?
എല്ലാവരും കേട്ടു മനസ്സിലാക്കി. ഇൽമ് പഠിക്കാൻ വേണ്ടി വന്നവരാണ്. അപ്പൊ ഇൽമിനെ പറ്റി ഒരു 3-4 വാക്ക്. ഇൽമ് പഠിക്കൽ വലിയ അമലാണ്. ഒരു ചോദ്യം, നാം അല്ലാഹുവിന് ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള അമല്, ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന അമല് ഏതാണ്? നമസ്കാരം. ഇൽമു പഠിക്കലാണ്. ആ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള അമല് ഇൽമു പഠിക്കലാണ്. അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, കുറെ പ്രസംഗിക്കുന്നതിന് പകരം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെ ഒരു സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. നന്നായി ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മദീനത്തെ പള്ളി, മദീന മുനവ്വറയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്ർ നിസ്കാരം നിർവഹിച്ചു. അസ്ർ നിസ്കാരാനന്തരം നബിയുടെ ശിഷ്യന്മാരിൽപ്പെട്ട സഹാബികളിൽപ്പെട്ട ഒരാളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ നസറുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല്, അവിടുത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ മനുഷ്യനുണ്ടല്ലോ, അങ്ങയുടെ ശിഷ്യൻ, അവിടുത്തെ സഹാബി, ആ മനുഷ്യൻ ഇനി ഈ ലോകത്ത് 1 മണിക്കൂർ സമയം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ. 1 മണിക്കൂർ കഴിഞ്ഞാൽ അദ്ദേഹം വഫാത്തായി പോകുന്നതാണ്. അതുകൊണ്ട് ഈ നബി, ഈ കാര്യം എനിക്ക് വഹയുണ്ട് എന്ന് നബി അദ്ദേഹത്തെ അറിയിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയാണ്, മനുഷ്യ, നിങ്ങൾ ഈ ലോകത്ത് ഇനി 1 മണിക്കൂർ സമയം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ. 1 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു പോകുന്നതാണ് എന്ന് എനിക്കിപ്പോൾ വഹി ലഭിച്ചിരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം സ്ഥലം വിട്ടതേ ഉള്ളൂ. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യന്റെ സ്തുതി പറയുകയാണ്, ആ മനുഷ്യൻ കഠോരമായ പിടക്കൽ പിടച്ചുപോയി, ബോധരഹിതനായി വീണു. അതെങ്ങനെ സംഭവിക്കാതിരിക്കും? ഒരാൾക്ക് ഇനി ഈ ലോകത്ത് 1 മണിക്കൂർ മാത്രമേ ജീവിതമുള്ളൂ എന്നുള്ള വിവരം ലഭിച്ചു. ആ വിവരമാകട്ടെ ഏറ്റവും ഉറപ്പായ അറിവ്. അസ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മുഅ്ജിസത്ത് കൊണ്ട് തഅയീദ് ചെയ്യപ്പെട്ട ഒരു പ്രവാചകന്റെ നാവിൽ നിന്ന് വന്നത് ഉറപ്പായ അറിവാണ്. അദ്ദേഹം ബോധരഹിതനായി വീണു. ബോധം തെളിഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ നബിയോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഈ ലോകത്ത് 1 മണിക്കൂർ സമയം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് അങ്ങേക്ക് ഇപ്പോൾ വഹി ലഭിച്ചിരിക്കുകയാണല്ലോ. അത് സത്യമായി പുലരുക തന്നെ ചെയ്യും. എന്നാൽ ഈ 1 മണിക്കൂർ സമയം ഞാൻ അല്ലാഹുവിന് ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള, ഏറ്റവും പുണ്യമുള്ള, ഏറ്റവും അധികം കൂലി കിട്ടുന്ന ഒരു അമല് ഏതാണ് എന്ന് എനിക്ക് പഠിപ്പിച്ചു തന്നാലും. സുഹൃത്തുക്കളെ, ചിന്തിക്കണം. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർബന്ധമാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള, ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന, ഏറ്റവും പുണ്യമുള്ള ഒരു അമല് ഏതാണ് നീ മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കൽ. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർബന്ധമാണ്. എന്നാ അവിടുന്ന് എന്താ പറഞ്ഞതെന്നല്ലേ, ഇസ്തഗിൽ ബിൽ ഇൽമി ഖാല റസൂലുള്ളാഹി, നീ ഇൽമ് പഠിക്കുന്നതിൽ ഏർപ്പെട്, അതാണ് ഏറ്റവും പുണ്യമുള്ള അമല്. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഇൽമു പഠിപ്പിച്ചു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ ഇരുന്ന് ആ മനുഷ്യന് 1 മണിക്കൂർ സമയം ഇൽമു പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹം അത് കേട്ട് പഠിക്കുകയും ആ സമയം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം വഫാത്താവുകയും അന്ന് അസ്തമിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മറവ് ചെയ്യപ്പെടുകയും ചെയ്തു. എവിടെ ഈ സംഭവം? ആര് പറഞ്ഞു? എന്തെങ്കിലും വല്ല കേട്ടുകേൾവിയ? ഒന്നുമല്ല. മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അദ്ദേഹത്തിന്റെ ലോകപ്രസിദ്ധമായ തഫ്സീറിൽ വഅല്ലമ ആദമൽ അസ്മാഅ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇൽമിന്റെയും ഉലമാഇന്റെയും മഹത്വം പറയുന്നിടത്തെ ഈ സംഭവം എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. യാതൊരു സംശയത്തിനും ഇടം നൽകാത്ത ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്. നാം അല്ലാഹുവിന് ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള അമല്, ഏറ്റവും പുണ്യമുള്ള അമല് അത് ഏതാണ്? ഇൽമു പഠിക്കലാണ്. അപ്പൊ ഇൽമു പഠിക്കുന്നതിന്റെ മഹത്വം അല്ലേ, മനസ്സിലായല്ലോ. ഇനി
ഈ ഇൽമ് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരുടെ മഹത്വം അതുകൂടി ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽ ആലിമു വൽ മുതഅല്ലിം. അൽ ആലിം അല്ല ഒരു മുതഅല്ലിം ഇദാ മർറ അലാ ഖറിയത്തി, നന്നായി ശ്രദ്ധിക്കണം. ഇദാ മർറ അലാ ഖറിയത്തി, ഒരു ആലിമോ മുതഅല്ലിമോ ഒരു നാട്ടിൽ കൂടി നടന്നുപോയി, ഫഇന്നല്ലാഹ, എന്നാ നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല യർഫഉൽ അദാബ, അദാബ് ഉയർത്തിക്കളയും, അം മഖ്ബറത്തി തിൽഖൽ ഖറിയത്തി, ആ നാട്ടിലെ ശ്മശാനത്തിൽ ഖബറുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മൂമിനുകളുടെ കൂട്ടത്തിൽ ആരെങ്കിലും വല്ല ശിക്ഷയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ശിക്ഷയെ അള്ളാഹു ഉയർത്തിക്കളിയും. 40 യൗമൻ, 40 ദിവസക്കാലത്തേക്ക്. സുബ്ഹാനല്ലാഹ്, മനസ്സിലായില്ലേ? ഒരു ആലിമോ മുതഅല്ലിമോ ഒരു നാട്ടിൽ കൂടി നടന്നുപോയി, എന്നാൽ ആ നാട്ടിലെ ഖബറാളികളിൽ ആരെങ്കിലും വല്ല ശിക്ഷയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ 40 ദിവസക്കാലത്തേക്ക് അള്ളാഹു ആ അദാബിനെ ഉയർത്തിക്കളയുന്നതാണ്. സുബ്ഹാനല്ലാഹ്, നോക്കൂ അല്ലേ, എത്ര മഹത്വമുള്ളതാണ് ഇൽമ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ. ഈ ഹദീസിന്റെ സനദിനെ കുറിച്ചുള്ള ചർച്ച അതവിടെ നിൽക്കട്ടെ. ഈ ഹദീസ് മഹാനായ ഇമാം തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അദ്ദേഹത്തിന്റെ ശറഹുൽ അഖായിദ് എന്ന ഗ്രന്ഥത്തിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു അഖീദ സ്ഥാപിക്കാൻ വേണ്ടി എടുത്തുദ്ധരിച്ചതായി കാണാൻ സാധിക്കും. അപ്പൊ ഇൽമ് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുടെ മഹത്വം ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇനി മുതഅല്ലിമുകളെ ഒരു ഹദീസ് കൂടി. ആരാ ഉറങ്ങുന്ന? നോമ്പുണ്ട എന്നെ ഓർക്കുന്നു, ശ്രദ്ധിച്ച ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾക്ക് മെല്ലെ ഉറപ്പൂക്കിയാൽ മതി. തൂക്കിയിലോ ചെറുങ്ങനെ തൂക്കിയെന്ന് തോന്നി അപ്പ എനിക്ക് തിരിയാണ്. അല്ല കൂട്ടത്തിൽ ആരായാലും ശരി, ഒന്ന് ഉറപ്പൂക്കി നോക്കിയ അപ്പ എനിക്ക് തിരിയാണ്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കാൻ പറയും. ഒരാളെ ശ്രദ്ധ തെറ്റിയെങ്കിൽ എന്റെ സംസാരവും എന്തോ ആയിപ്പോയി. ശ്രദ്ധിക്കാൻ ചാരി ഇരിക്കല്ല, നേരെ ഇരിക്കില്ല. ഈ ഹദീസ് നമ്മളെ മുതഅല്ലിമുകൾ ഈ കൂട്ടത്തില് ഹിഫ്ദ് പഠിക്കുന്നവരും ഉണ്ട് ഇല്ലേ? അവരെല്ലാം ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാം അബൂ ഹുറൈറയോട് പറഞ്ഞു, റളിയല്ലാഹു അൻഹു, യാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ, തഅല്ലമിൽ ഖുർആന വഅല്ലിമിൻ നാസ, നീ ഖുർആൻ പഠിക്കും, അത് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ഇൽമ പഠിക്കും, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. ഹത്താ യഅതിയകൽ മൗത്ത്, എനിക്ക് മൗത്ത് വരുന്നത് വരെ, മരിക്കുന്നത് വരെ. നിങ്ങൾ ഇപ്പൊ പഠിക്കാൻ വേണ്ടി വന്നവരാണ് അല്ലെ? ഉസ്താദ് പറഞ്ഞു ഇത് പഠിക്കാന്ന് പറഞ്ഞാല് ഈ ഇൽമാണ്, അത് എല്ലാവർക്കും ഒന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇടക്ക് പോയി കളിയൊന്നും ചെയ്യേണ്ടതല്ല. നീ ഇൽമ പഠിക്കണം. ഏതുവരെ? ഹത്തായത്തിയക്കൽ മൗത്ത്, നിനക്ക് മൗത്ത് വരുന്നത് വരെ ഇൽമ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യാം. നീ ആ അവസ്ഥയിലായിരിക്കെ നീ മരിക്കാനിട വന്നാൽ, ഏതവസ്ഥ? ഇൽമ പഠിക്കുക, അത് പഠിപ്പിക്കുക, അതിന്റെ അടിയിൽ മരിച്ചുപോയെങ്കിൽ തഹജ്ജുൽ മലായികത്തു ഇലാ ഖബരിക, മലക്കുകൾ നിന്റെ ഖബറ് സന്ദർശിക്കാൻ വേണ്ടി വരും. ആകാശത്തിലുള്ള മലക്കുകള് നിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വരും. ആരാ ഖബറ്? മരണം വരെ ഇൽമ പഠിക്കുക, പഠിപ്പിക്കുക, അതിന്റെ ഇടയിലായിട്ട് മരിച്ചുപോയവരുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ആകാശത്തിലുള്ള മലക്കുകൾ വരും. കമാ യഹജ്ജുൻ നാസു, ആളുകളെ ഹജ്ജിന് പോകുന്ന മാതിരി, ഇലാ ബൈത്തുല്ലാഹിൽ ഹറാം, അല്ലാഹുവിന്റെ പരിശുദ്ധ ഗേഹത്തിലേക്ക്, കഅബ ശരീഫിലേക്ക് മനുഷ്യർ ഹജ്ജിന് പോകുന്ന മാതിരി നിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ആകാശത്തിലുള്ള മലക്കുകൾ വന്നുകൊണ്ടേയിരിക്കും. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇമാം അബൂ ഹുറൈറ അങ്ങനെയാണ് ചെയ്തത്. മരണം വരെ ഇൽമ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ള ഇൽമ അതിന്റെ വലിയൊരു ഭാഗം
മഹാനായ ഇമാം അബൂ ഹുറൈറ വഴി നമുക്ക് ലഭിച്ചതാണ്. ആ മഹാത്മാവിന്റെ ഖബർ എല്ലാ സമയത്തും മലക്കുകള് സിയാറത്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മലക്കുകൾ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടേയിരിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുക്കൽ മാത്രം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ശേഷം എത്ര മഹാത്മാക്കളായ ആളുകൾ ഇൽമു പഠിച്ചു, അത് പഠിപ്പിച്ച് അങ്ങനെ പഠിപ്പിക്കുന്നതിന്റെ ഇടയിലായിട്ട് വഫാത്തായി പോവുകയും ചെയ്ത എത്രയോ ആളുകൾ, ഒരുപാട് ആളുകൾ, വലിയ വലിയ മഹാന്മാര് അല്ലേ. അടുത്ത കാലത്തൊക്കെ വഫാത്തായി പോയ ആളുകൾ നമ്മുടെ കാളമ്പാടി ഉസ്താദിനെ പോലെയുള്ള ആളുകൾ, മഹാനൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ. കാളമ്പാടി ഉസ്താദ് ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളത്തെ ദർസ് നടത്താൻ വേണ്ടിയുള്ള കിതാബ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് സോക്കേട് തുടങ്ങിയത്. അങ്ങനെ തന്നെയാണ് വഫാത്തായത്. കാളമ്പാടി ഉസ്താദിന്റെ ഖബറിന്റെ അടുക്കല് ആകാശത്തിലുള്ള മലക്കുകൾ ഇങ്ങനെ വരിയും പോയും കൊണ്ടേ ഇരിക്കുകയാണ്. എന്താ ഒരുപാട് ഞാൻ ഒരു ഉസ്താദിനെ പറ്റി മാത്രമാണ് ഈ പറഞ്ഞത്. ഇങ്ങനെ എത്രയധികം മഹാത്മാക്കൾ അന്ന് മുതൽ ഇന്ന് വരെ. അപ്പോ ഇൽമ് പഠിക്കുക, അത് പഠിപ്പിക്കുക വലിയ മഹത്വമുള്ളതാണ്. അതെങ്ങനെ പഠിക്കുക, പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം. മക്കൾ ശരിക്കും മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ, അല്ലാഹു ഒരാൾക്ക് എല്ലാ ഖൈറും ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു. എല്ലാ ഖൈറും ഒരു മനുഷ്യനെ ചെയ്യണം എന്ന് അല്ലാഹു ഉദ്ദേശിച്ചു. എന്നാ അല്ലാഹ് എന്താ ചെയ്യാ? അല്ലാഹ്ക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഓനെ അല്ലാഹു ദുബൈയിലേക്ക് അയക്കും. എന്നെ പറഞ്ഞൂടെ? ഓനെ ഗൾഫിലേക്ക് അയക്കും, അല്ലെങ്കിൽ ഓനെ വലിയ ഡോക്ടർ ആക്കും, അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കും. ഇങ്ങനെ പലതും പറയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞേ? എല്ലാ ഖൈറും ഒരു മനുഷ്യന് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ, അവൻ ദീനിൽ അറിവുള്ളവനാക്കി തീർക്കും. എല്ലാ ഖൈറും ഒരു മനുഷ്യനെ കൊണ്ട് അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ. അപ്പൊ നമ്മളെ മക്കളെ കൊണ്ട് അല്ലാഹു എല്ലാ ഖൈറിനെയും ഉദ്ദേശിച്ചെന്നാ തോന്നുന്നത് അല്ലെ. അവര് പഠിക്കാൻ വേണ്ടിയല്ലേ വന്നത്. രക്ഷിതാക്കളും ശ്രദ്ധിക്കണം, മക്കളെ മാത്രം പറഞ്ഞാൽ പോരാ. നമ്മളെ മക്കളെ കൊണ്ട് അല്ലാഹ് എല്ലാ ഖൈറും ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അല്ലേ. അത് ശരിയാണ് എന്ന് നമുക്ക് അത് ശരി. നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ എന്താകണോ, ശരിക്കും അവര് പഠിച്ചുകൊണ്ടിരിക്കണം. അടക്ക നിർത്തിക്കളിയൊന്നും ചെയ്യരുത്, നന്നായി പഠിക്കണം. പഠിക്കാൻ ഇന്ന് തുടങ്ങുകയാണ്, ഒരു മുടക്കവും കൂടെ നന്നായി പഠിക്കണം. ഇപ്പൊ തന്നെ ഈ എന്ത് എല്ലാ ഹൈറിനും ഉണ്ടാവും തടസ്സം ഇല്ലേ. എന്തൊരു ഹൈറുണ്ടോ, പിന്നെ എല്ലാ ഹൈറിനും ഹൈറ് ഇത് മാത്രമല്ല, ഹൈറ് പലതും ഉണ്ട്, പല ഹൈറും ഉണ്ട്. എല്ലാ ഹൈറും ഒത്തുകൂടിയതാണ് ഇത് ഇൽമ്. ദുബൈ പോലെ ഹൈറ് തന്നെയല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി ആരും ദുബൈ പോകണ്ട, മക്കളെ ദുബൈയിലാക്കണ്ടെന്ന് തീരുമാനിക്കണ്ട. ദുബൈയിൽ മക്കളെ ആക്കണം. ദുബൈ പോലെ ഹൈറ് തന്നെയാണ് അല്ലേ. ഡോക്ടർമാരാകണം, ഹൈറല്ലേ, വലിയ ഹൈറാണ്. എഞ്ചിനീയർമാരുണ്ടാകണം, ആവശ്യമല്ലേ. പലതും വേണം. തെങ്ങ് കയറാൻ അറിയുന്ന ആളും വേണം, തേങ്ങ പറിക്കണ്ടേ, എല്ലാരും വേണം. ഒക്കെ ഹൈറാണ്. പക്ഷെ എല്ലാ ഹൈറും ഒരുമിച്ച് കൂടെ ഏതാ? ഇൽമു പഠിക്കണം. അപ്പൊ ഏറ്റവും അധികം തടസ്സം ഉണ്ടാകൽ ഇതിനാണ്. ഇൽമു പഠിക്കുന്നതിനാ തടസ്സങ്ങൾ വരിക. എന്താ തടസ്സം? ഇന്ന് വൈകുന്നേരം തന്നെ തുടങ്ങും. മോനെ എന്താണോ വേറെ പണിയൊന്നുമില്ലേ, ഇവിടെ ഈ ഇങ്ങനെ പള്ളിയിൽ അടച്ചിരിക്കാൻ വേറെ പോയിട്ട് വേറെ എന്തെങ്കിലും ചെയ്തൂടെ, പഠിച്ചൂടെ എന്നൊക്കെ വന്നിട്ട് ഒരാള് ബൈന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അയാള് അറിഞ്ഞൂടാ. എന്ന് പറയാ ചങ്ങാനെ പറ്റി. അപ്പം മനസ്സിലാക്കണം, എന്തെങ്കിലും ഇങ്ങനെ തോന്നുമ്പോ അത് നല്ലതാ തോന്നും. ഉമ്മനെക്കാളിലായിരിക്കും വേഗം തോന്നല്. നല്ല കാര്യല്ലേ അല്ലേ. അങ്ങനത്തെ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തോന്നിപ്പിക്കും. ആകെ പിത്തിനായിക്കണം. അപ്പൊ നന്നായി ശ്രദ്ധിക്കണം. മക്കൾ അങ്ങോട്ട് ഇനി മുതൽ അങ്ങോട്ട് നന്നായി ശ്രദ്ധിച്ച് എൽമു പഠിക്കണം. വലിയ ആലിമീങ്ങളാകണം. ആലിമീങ്ങളൊക്കെ തീർന്നു, ആലിമീങ്ങളെല്ലാം പോയി തീർന്നു. ഇനി ഇവിടെ ആലിമീങ്ങൾ വേണം, എൽമു വേണം അല്ലെ. ഖിയാമത്ത് നാൾ വരെ ഈ ദീൻ ഇവിടെ നിലനിൽക്കണം. അങ്ങനെ അതിന് ഇൽമു ആവശ്യമാണ്.
അതുകൊണ്ട് മക്കൾ ശരിക്കും പഠിക്കണം, മക്കളെ ശരിക്കും പഠിപ്പിക്കണം. രക്ഷിതാക്കൾ ഉണ്ടാവുമല്ലോ കൂട്ടത്തില്, വലിയ ഭാഗ്യമാണ് ഒരാളെ ആരുമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ. പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. ആ ആലിമിനും വലിയ സ്ഥാനമാണ് സ്വർഗത്തിൽ. ആ ആലിമിന്റെ ആ സ്ഥാനത്തായിരിക്കും മറ്റെല്ലാവരും. ഒരു ഉപ്പ വലിയ ആലിമാണ്, മറ്റ് മുഴുവനും ഒന്നും അറിഞ്ഞുകൂടാത്തവരാണ്. പക്ഷെ എല്ലാവരും മോമിനികളായാ മരിച്ചത്. എന്നാൽ എല്ലാവരും ഉപ്പാക്ക് ഏതാ സ്ഥാനം ആ സ്ഥാനത്തായിരിക്കും. മക്കളെ കൂട്ടത്തിൽ ഒരു മോനുണ്ട് നല്ല ആലിമ്, പിന്നെ പലരും ഉള്ളത്. പക്ഷെ അവസാനം എല്ലാവരും ഈമാനോട് കൂടി മരിച്ചവരാണ്. എന്നാൽ ഈ ആലിമായ മോന്റെ സ്ഥാനമാണ് എല്ലാവർക്കും സ്വർഗത്തിൽ. എല്ലാവരും ഒരു സ്ഥലത്താണ്. ഖുർആനാണ് സൽമാന മുമ്പ് എന്നാ പറയുന്നത്, ഖുർആനിലുള്ളതാണത്. അപ്പൊ വലിയ സ്ഥാനമാണ് ഒരാലിമ് ഉണ്ടായിക്കോട്ടെ. മക്കളെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടായിക്കോട്ടെ, ദുബൈക്കാരും ഉണ്ടായിക്കോട്ടെ. അത് നാളെ വന്ന് നമുക്ക് ദുബൈക്കാർ വേണം തീരുമാനിക്കണ്ട അല്ലേ? എങ്ങനെ കേട്ടാൽ വേഗം നല്ല നല്ല മനസ്സോടെ നല്ല തീരുമാനത്തിനല്ലേ അല്ലേ? അപ്പൊ അതൊക്കെ ഉണ്ടായിക്കോട്ടെ, അതെല്ലാം ആവശ്യമാണ്. ചുരുങ്ങിയ ഒരാളെങ്കിലും എന്ത് വേണം? ഇൽമു പഠിച്ചു വരുമോ? വേണം. ദൃഢനിശ്ചയം എടുക്കണം. ഇൽമു പഠിക്കാൻ ആകാശത്ത് നിന്ന് മലക്കുകളൊന്നും വരാനില്ല. നമ്മളെ മക്കളെ തന്നെ പഠിച്ചിട്ട് ആലിമീങ്ങളാണ്. എല്ലാവരും മക്കളെ കൂട്ടത്തിൽ ചിലരെ ഈ ഇൽമു പഠിക്കാൻ വേണ്ടിയാകും. പിന്നെ അതുപോലെ തന്നെ ഇതിനെ സഹായിക്കണം, ഉള്ളഴിഞ്ഞ് സഹായിക്കണം. ഒരു മുതഅല്ലിമിന് ഒരു മാസത്തേക്ക് 3000 രൂപ അല്ലേ? ഒരു മാസത്തേക്ക് 3000 രൂപ. ഒരു മാസം പുരക്ക് മീൻ വാങ്ങാൻ എത്ര രൂപ വേണോ? ഒരു ദിവസത്തേക്ക് മീൻ വാങ്ങാൻ എത്ര രൂപ വേണം മോനെ? ഞാൻ ഇങ്ങനെ മുമ്പൊരു ദിവസം ചോദിച്ചപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു 200 രൂപ വേണം ഒരു ദിവസത്തേക്ക് മീൻ വാങ്ങാൻ. മറ്റൊരു കുട്ടി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ഉസ്താദേ ഓന്റെ പുരക്ക് മത്തിയാ വാങ്ങരുത്. സമർത്ഥനായ ഒരു കുട്ടി. നല്ല മീൻ വാങ്ങാൻ 200 രൂപ പോരല്ലോ. ഒരു മാസം പുരക്ക് മീൻ വാങ്ങാൻ എത്ര രൂപ വേണം? ഒരു 4 ദിവസം മീൻ വാങ്ങുന്ന പൈസ ഉണ്ടായാലും ഒരു ആലിമിനുണ്ടാക്കാം. വലിയ കാര്യമാണ്. ആ ഒരു ഹദീസിന്റെ പരിഭാഷ കൊണ്ട്, ഹദീസ് വായിക്കാൻ ദൂരെ എത്തേണ്ടതാണ്. ഹദീസിന്റെ പരിഭാഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് നന്നായി ശ്രദ്ധിക്കണമെന്നില്ല. നാളെ സ്വർഗത്തിന്റെ അടുക്കല് എല്ലാവരെയും നാളെ മഹ്ശറിൽ വെച്ച് വിചാരണ ചെയ്യും. എന്നിട്ട് അമലെല്ലാം ഒരു ക്ലാസ്സിലിട്ട് തൂക്കും. എന്നിട്ട് നന്മ മുന്തിയവരെ അല്ല സ്വർഗത്തിലേക്കാക്കും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയൊക്കെ പെടുത്തട്ടെ. തിന്മ മുന്തിയവരെ അല്ല നരകത്തിലേക്ക് അയക്കുകയും ചെയ്യും. അപ്പൊ നരകത്തിലേക്ക് സ്വർഗത്തിലേക്ക് ആളുകൾ തീരുമാനിച്ചു വിട്ടു. സ്വർഗത്തിൽ പോകേണ്ടവരെല്ലാം കൂടി സ്വർഗത്തിന്റെ വാതിക്കലെത്തി. സ്വർഗത്തിന്റെ വാതിക്കലെത്തിയപ്പോ അവിടെ ഒരു തർക്കം. സ്വർഗത്തിൽ കിടക്കുന്നതിൽ തർക്കം ഉണ്ടാവുമെന്നാ തോന്നുന്നില്ലേ? അവിടെ ഒരു തർക്കം. എന്താ തർക്കം എന്നറിയോ? ഈ സ്വർഗത്തിന്റെ വാതിക്കൽ വന്ന കൂട്ടത്തിൽ 2 വിഭാഗക്കാരുണ്ട്. ഒന്ന് ആലിമീങ്ങൾ, ഉസ്താദുമാർ ആലിമീങ്ങൾ. പിന്നെ അവരെ ഇൽമു പഠിപ്പിച്ചവര് ഉമറാക്കൾ, 2 വിഭാഗമാണ്. അപ്പൊ സ്വർഗത്തിന്റെ അടുത്ത് തർക്കം എന്താണെന്നറിയോ? ആരാ സ്വർഗത്തിൽ ആദ്യം കിടക്കേണ്ടത്? ഉസ്താദുമാർ പറയുന്നത് ഞങ്ങളാണ് ആദ്യം സ്വർഗത്തിൽ കിടക്കേണ്ടത്. അതിന് അവര് പറയുന്ന ന്യായം എന്താണ്? നിങ്ങളുടെ ഇപ്പൊ സ്വർഗത്തിന്റെ വാതിക്കലെത്തി എങ്ങനെ നിസ്കരിച്ച് നോമ്പ് വെച്ച് സക്കാത്ത് കൊടുത്ത് ഹജ്ജ് ഇതെല്ലാം ചെയ്തിട്ടല്ലേ? ഇതെല്ലാം ചെയ്യാൻ ഞങ്ങളല്ലേ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്? അതുകൊണ്ട് ഞങ്ങളാണ് സ്വർഗത്തിൽ ആദ്യം കിടക്കേണ്ടത്. ന്യായമല്ലേ? ആ ന്യായം എന്ന് പറഞ്ഞിട്ട് ആടുന്ന് സമ്മതിക്കൂല. അവിടുന്ന് ഈ ഉസ്താദുമാർ അവര് പറയൂ അതൊക്കെ ശരി തന്നെ. നിങ്ങളുടെ സ്വർഗത്തിന്റെ അടുത്ത് എത്തിയത് ഞങ്ങളെ ഇൽമു പഠിപ്പിച്ചത് നിങ്ങൾ ഇൽമു പഠിപ്പിച്ചോണ്ടല്ലേ? നിങ്ങൾ ഇൽമു പഠിക്കാനുള്ള കാര്യം ഞങ്ങളാണ്. നിങ്ങൾക്ക് ഇൽമു പഠിക്കാൻ സ്ഥാപനം ഉണ്ടാക്കി തന്നത് ഞങ്ങളാണ്. അല്ലാന്ന് പറയാൻ കഴിയും? ഏതെങ്കിലും ഒരു ഉസ്താദിന് പറയാൻ കഴിയും? അല്ല, നിങ്ങൾക്ക് ഇൽമു പഠിക്കാൻ ഭക്ഷണം തന്നവര് ഞങ്ങളാണ്. ഏതെങ്കിലും ഒരു ഉസ്താദിന് പറയാൻ കഴിയോ? വലിയ ഉസ്താദന്മാർക്ക് ശംസുലൊക്കെ പോലും പറയാൻ കഴിയോ? അല്ലാതെ ഭക്ഷണം തന്നത് ഞങ്ങള്, ഞങ്ങൾക്ക് വസ്ത്രം തന്നത് ഞങ്ങള്, കിതാബ് വാങ്ങി തന്നത് ഞങ്ങള്. അതുകൊണ്ട് ഞങ്ങളാ സ്വർഗത്തിൽ ആദ്യം കിടക്കുന്നത്. സഹിഹായ ഹദീസാണ്. അങ്ങനെ തർക്കായി. തർക്കം തീർക്കാൻ അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ അയക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് എന്താണ് തീരുമാനം?
എന്താ ആലിമീങ്ങളോട് പറയുന്നത് നിങ്ങൾ ഇവിടെ നിൽക്ക്, ഇവരാദ്യം സ്വർഗത്തിൽ കടക്കട്ടെ. സുബ്ഹാനല്ലാഹ്, ഇൽമിന്റെ സ്ഥാനമൊക്കെ പോയോ? ഇൽമിൽ എന്തെല്ലാം സ്ഥാനം നമ്മൾ പറഞ്ഞത് ഒന്നും പോയിട്ടില്ല. ഈ ഉലമാക്കളോട് അള്ളാഹു പറയുന്നത് നിങ്ങൾ ഇവിടെ നിൽക്ക്, നിങ്ങൾക്ക് എന്റെ അടുക്കൽ നബിമാരെ സ്ഥാനമാണ്, നിങ്ങൾ ശഫാഅത്ത് ചെയ്യാം. നിങ്ങൾ ആർക്ക് ശഫാഅത്ത് ചെയ്യുന്നോ അത് ഞാൻ അള്ളാഹു സ്വീകരിക്കും. നരകത്തിൽ പോകുന്ന ആർക്കെങ്കിലും വേണ്ടി ഉസ്താദുമാർ പഠിച്ചോനെ ഓന നരകത്തിൽ അയക്കല്ല, സ്വർഗത്തിലേക്ക് അയക്കും. ഇമാൻ വേണേ, ഇമാനോടുകൂടി മരിച്ച ആരെങ്കിലും സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് പോകണം. റബ്ബെ ഓന നരകത്തിൽ ഇടല്ല, ഓന സ്വർഗത്തിലേക്ക് അയക്കുമെന്ന് ഇവ ഉലമാക്കൾ പറഞ്ഞാൽ ഉടനെ അള്ളാഹു അത് സ്വീകരിക്കും. ആർക്കാ വലിയ സ്ഥാനം കിട്ടിയ സ്ഥാനം ഉലമാക്കൾക്ക് തന്നെ. പക്ഷെ സ്വർഗത്തിൽ വേഗം കിടക്കാൻ സാധിച്ചതായിരിക്കും ആലിമീങ്ങളെ ഉണ്ടാക്കി തീർത്തപ്പെട്ട വലിയ സ്ഥാനമാണ്. അപ്പൊ ഒരു 3500 രൂപ അല്ലേ ഒരു മാസത്തേക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചെങ്കിൽ വലിയ ഭാഗ്യമാണ്. നമുക്ക് ഉലമാക്കളെ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി സാധിക്കും. നേരത്തെ ഉസ്താദ് പറഞ്ഞു അല്ലേ, അത് ഇൽമ് ഒരക്ഷരം പഠിക്കാൻ വേണ്ടി സഹായിച്ചാലും മതി. ഒരു മുത്തഅല്ലിമിന്റെ കയ്യിൽ നിന്ന് പെൻസിൽ വീണിട്ട് അത് എടുത്തു കൊടുത്തേക്കുള്ള സ്ഥാനം ഒക്കെ പറയുന്ന ചില സംഭവങ്ങളുണ്ട്. നീണ്ടു പോകും, അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം നന്നായി സഹായിക്കണം. ഞാൻ ഉസ്താദുമാരുടെ പ്രസംഗം നന്നായി ശ്രദ്ധിച്ചത്, ഞാൻ നന്നായി ശ്രദ്ധിക്കും. ആ കൂട്ടത്തിൽ നാട്ടിന്റെ പേരെന്താണ്? അപ്പൊ എല്ലാവരും നല്ല പണക്കാരാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടപ്പോ ഇല്ലേ? എല്ലാവരും നല്ല പണക്കാരല്ലേ? നല്ല പണക്കാരാക്കി തരട്ടെ. പണവും വേണോ, എന്നാലല്ലേ ഇതെല്ലാം കയ്യിലുള്ളൂ. എല്ലാറ്റിനും വേണ്ടി നമുക്കിത് വേരക്കാം. അപ്പൊ നന്നായി മുത്തഅല്ലിമീങ്ങൾ, നേരത്തെ ഉസ്താദുമാരൊക്കെ പറഞ്ഞു, മുത്തഅല്ലിമീങ്ങൾ എന്ന് പറഞ്ഞാല് ഇൻഷാ അല്ലാഹ് ഇന്ന് ഓതാൻ പഠിക്കാൻ വേണ്ടി തുടങ്ങട്ടെ. അതോടുകൂടി നിങ്ങൾക്കല്ല ഈ കിടക്കുന്ന ഈ കബറിലുള്ള ആളുകൾക്കൊക്കെ അത് സലാമത്താണ്. ഒരു മുത്തഅല്ലിമിനെ കൂടി നടന്നു പോയാൽ 40 ദിവസത്തേക്ക് കബറിലെ ഏതാവാനും ഉയർത്തപ്പെടുന്നത്. പള്ളിയിൽ തന്നെ ഒരു കൂട്ടം മുത്തഅല്ലിമികൾ താമസിച്ച എന്താ അവരെ അവസ്ഥ? നമുക്ക് മാത്രമല്ല, ഈ മരിച്ചു കിടക്കുന്നവർക്കും വലിയ മഹാഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ മദീനത്തെ പള്ളിയിൽ അല്ലെ, പള്ളിന്റെ ചുറ്റുഭാഗത്തുള്ള കബറുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതല്ലേ ഉദ്ദേശിച്ചത്. അതുപോലെ മഹദൂമികൾ ഒക്കെ ഉദ്ദേശിച്ചത്. നമ്മുടെയൊക്കെ കേരളത്തിൽ കബറ് പള്ളിയുടെ ചുറ്റുഭാഗത്താണ് കബറുകൾ. അവരുടെ ആ നല്ല സുഖമായ ജീവിതം കൂടി നമ്മുടെ ദർസ് കൊണ്ട് ഉദ്ദേശമാണ്. പക്ഷെ അതൊക്കെ നമ്മൾ കളഞ്ഞു. നമ്മളാ സൂക്ഷിക്കേണ്ടത്. നമ്മളിങ്ങനെ പോയിട്ട് കിടക്കേണ്ടവരാണ്. ആ കിടക്കുന്ന സമയത്ത് ഇവിടെ മുത്തഅല്ലിമീങ്ങൾ ഉണ്ടാകണം. ഇതിലെ കൂടി മുത്തഅല്ലിമുകൾ നടന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകണം. അല്ലെങ്കിൽ അതൊക്കെ നമുക്കാണ് നഷ്ടം. അതൊക്കെ മനസ്സിലാക്കി മുത്തഅല്ലിമീങ്ങളോട് നല്ല നല്ല പെരുമാറ്റം. നമ്മളെ മക്കളോട് പെരുമാറുന്ന മതി. മക്കളോട് എങ്ങനെയാ പെരുമാറുക? വയസ്സായ മക്കളോടുള്ള പെരുമാറ്റമൊക്കെ പെരുമാറാം. നോമ്പിൽ ഏതോ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഉപ്പാപ്പാനടുത്ത് പോയിക്കൂടാ. അങ്ങനെയൊന്നും ആകരുത്. മക്കളോടൊക്കെ നല്ല പെരുമാറ്റാകണം. അതുപോലെ തന്നെ മുത്തഅല്ലിമീങ്ങളും ഇനി നമുക്കെന്തും കളിക്കാന്നൊന്നും തീരുമാനിച്ചേക്കരുത്. ഉസ്താദിന്റെ നിർദ്ദേശം അനുസരിച്ച് നല്ല മക്കൾ. നബിമാരെ സ്ഥാനാണ്. നബിമാര് അത് ചെറുപ്പത്തിൽ തന്നെ എങ്ങനത്തെ വരാ നബിമാര്? സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെ ആ സ്വഭാവത്തിൽ നന്നായി പോകണം. നബിമാർക്ക് ലഭിച്ച വഹയ്യാണ് നമ്മ പഠിക്കുന്നത്. അത് നമുക്ക് ആ ബോധം വേണം. അത് നല്ല മക്കളായി, നല്ല മുത്തഅല്ലിമുകളായി, നല്ല ആലിമീങ്ങളായി മാറണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരും എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്ത് നമ്മുടെ ദർസ് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വീകരിക്കട്ടെ. നന്നായി ആമീൻ ചൊല്ലണം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ
حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل وسلم وشرف وكرم ومجد وعظم وبارك وأنعم على سيدنا ومولانا وشفيعنا ووصيلتنا وقرة أعيننا وهادينا وفاخرنا وذوخرنا ومنجانا وملجانا محمد وعلى آله وصحبه وتباعه عدد ما في علم الله. صلاة دائمة بدوام ملك الله. صلاة تكون لك رضا ولحقه أعداء. واحفظنا بها من جميع الأسرار. واحفظنا بها من جميع الأسرار. وحسن بها ختامنا يا خالق الليل والنهار. اللهم حسن بها ختامنا يا خالق الليل والنهار. اللهم حسن بها ختامنا يا خالق الليل والنهار. اللهم آثبنا بمحض فضلك وكرمك وجودك على ما قرأناه وعلى ما صلينا على نبيك نبي الرحمة وشفيع الأمة وعلى ما قلنا من قول لا إله إلا الله. وأوصل اللهم ذلك الثواب إلى حضرة روح سيدنا ومرشدنا وشفيعنا محمد صلى الله عليه وسلم وإلى حضرات أرواح جميع الأنبياء والأولياء والعلماء والشهداء والصالحين وإلى حضرات أرواح أهل بدر رضي الله عنهم وإلى حضرة روح محي الدين عبد القادر الجيلاني قدس الله سره العزيز وإلى حضرة روح محي الدين عبد القادر الثاني قدس الله سره العزيز وإلى حضرة أرواح سائر مشايخنا قدس الله أسرارهم وإلى حضرات أرواح آبائنا وأمهاتنا وإخوتنا وأخواتنا وأساتذتنا وسائر أقربائنا وإلى حضرات أرواح من دفنوا في هذه المقبرة وإلى حضرات أرواح جميع المؤمنين. اللهم اغفر لنا ولهم. اللهم اغفر لنا ولوالدينا وأولادنا وإخوتنا وأخواتنا وأعمامنا وعماتنا وأخوالنا وخالاتنا ومشايخنا وأصحابنا وأزواجنا ومحابنا وأهل بطنا وبط آبائنا وذوي الحقوق علينا ومن أوصانا بالدعاء ومن أحسن إلينا ومن ظلمناه أو أسأنا إليه أو أحاطت به شفقة قلوبنا وجميع المسلمين والمسلمات. اللهم افعل بنا وبهم عاجلا وآجلا في الدين والدنيا والآخرة ما أنت له أهل ولا تفعل بنا يا مولانا ما نحن له أهل. إنك حليم جواد غفور رؤوف رحيم. اللهم اشفنا واشفهم واشف من أوصانا بالدعاء شفاء لا يغادر سقما ولا ألما. اللهم اقض حوائجنا وحوائجهم وحوائج من أوصانا بالدعاء يا رب العالمين. اللهم سلمنا وإياهم من الآفات والآحات والبليات والمصائب والمحن والفتن ما ظهر منها وما بطن ومن سوء الأمراض وسوء القضاء وشماتة الأعداء. اللهم يسر لنا أمورنا مع راحة قلوبنا وأبداننا والسلامة والعافية في ديننا ودنيانا. اللهم علمنا ما ينفعنا. اللهم علمنا ما ينفعنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. ربنا زدنا علما. اللهم وفقنا للتعلم والتعليم علما نافعا في الدارين ولزيارة الحرمين الشريفين مع العافية والسلامة
إنك على كل شيء قدير. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. رب العالمين നാഥ, നിന്റെ മഹദായ ഖദർ കൊണ്ട്, നിന്റെ അസ്മാഉൽ ഹുസ്നയുടെ ഹഖ് കൊണ്ട്, ഇസ്മുൽ ആദമിന്റെ ബറക്കത്ത് കൊണ്ട്, റബ്ബുൽ ആലമീനായ നാഥ, നിന്റെ എല്ലാ അംബിയാ, ഔലിയാ, ഉലമാ, ശുഹദാ, സ്വാലിഹീങ്ങൾ എന്നിവരുടെ ബറക്കത്ത് കൊണ്ട്, റബ്ബുൽ ആലമീനായ നാഥ, ഞങ്ങളെല്ലാവരുടെയും ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും നീ വിട്ടുപുറത്ത് മാഫി ചെയ്യണേ റഹ്മാനെ. നീ വലിയ ദോഷങ്ങൾ ചെയ്തവരാണ് റഹ്മാനെ. ഞങ്ങൾ സമ്മതിക്കുന്ന റബ്ബേ, ഞങ്ങൾ ചെയ്തു പോയ ദോഷങ്ങളിൽ ഞങ്ങൾ അങ്ങേയറ്റം ഖേദിക്കുന്ന റഹ്മാനെ. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ ഒരു ദോഷവും ചെയ്യുകയില്ല റഹ്മാനെ. ഞങ്ങൾ ദൃഢനിശ്ചയം ചെയ്യുന്ന റബ്ബേ, നീ അതിന് തൗഫീക്ക് തരണേ റഹ്മാനെ. ഇത് ഞങ്ങൾ നസ്റുഹായ തൗബയായി സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, ഉസ്താദുമാർ, സുഹൃത്തുക്കൾ, ഭാര്യ, മക്കൾ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുമായി പലവിധത്തിൽ ബന്ധപ്പെട്ടവരെല്ലാവരുടെയും ചെറുതും വലുതുമായ സകല ദോഷങ്ങളും നീ വിട്ടുപുറത്ത് മാഫി ചെയ്യണേ റഹ്മാനെ. റബ്ബേ, ഈ പറയപ്പെട്ട കൂട്ടത്തിൽ പലരും മരിച്ചു പോയിട്ടുണ്ട് റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഉമ്മ മരിച്ചു പോയവരുണ്ട് റബ്ബേ, ഉപ്പ മരിച്ചു പോയവരുണ്ട് റഹ്മാനെ, ഉമ്മയും ഉപ്പയും മരിച്ചു പോയവരുണ്ട് റബ്ബേ. ഞങ്ങൾ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നീ കൃപ ചെയ്യണേ റഹ്മാനെ. അവർ ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ അവർക്ക് നീ റഹ്മത്ത് ചെയ്യണേ റഹ്മാനെ. അവരിൽ നിന്ന് മൺമറഞ്ഞു പോയവരുടെ പരലോക ജീവിതം സുഖകരമാക്കി കൊടുക്കണേ റഹ്മാനെ. ആലം ബർസഖിലുള്ള അവരുടെ ജീവിതം വളരെ സന്തോഷമുള്ളതാക്കണേ റഹ്മാനെ. റഹ്മാൻ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ മഹാന്മാരായ ഉസ്താദുമാർ പലരും മരിച്ചുപോയി റഹ്മാനെ. ഞങ്ങൾക്ക് ഇസ്ലാം കാര്യം, ഈമാൻ കാര്യം പഠിപ്പിച്ചു, സംസ്കരിക്കാനും നോക്കാനും പഠിപ്പിച്ചു റബ്ബേ. ഞങ്ങളെ ഈ കോലത്തിലാക്കിയവർ പലരും മരിച്ചുപോയി റഹ്മാനെ. നീ അവർക്ക് കൃപ ചെയ്യണേ റഹ്മാനെ. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നാഫിയായ ഇൽമ് തരണേ റഹ്മാനെ. ഇൽമിന്റെ ഫാതിമീങ്ങളാക്കണേ റഹ്മാനെ. ഇൽമ് കൊണ്ടുള്ള ഇസ്തിഗാലിന് തൗഫീക്ക് തരണേ റഹ്മാനെ. അവസാനത്തെ വീർപ്പ് വരെ ഇൽമ് കൊണ്ടുള്ള ഇസ്തിഗാലിന് തൗഫീക്ക് തരണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളുടെ അവസാനത്തെ വീർപ്പ് വരെ റബ്ബേ ഇൽമ കൊണ്ടുള്ള ഇസ്തിഗാല, അത് സാധിക്കാത്ത അവസ്ഥയെ തൊട്ട് നീ കാക്കണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളിൽ പലരുടെയും ഉപ്പാപ്പമാരും ഉമ്മാമ്മമാരും കാരണവന്മാരും ഇളയാപ്പമാരും മൂക്കാപ്പമാരും സഹോദര സഹോദരികൾ നിന്നോട് എണ്ണി പറയേണ്ടതില്ല റബ്ബേ. ബന്ധുമിത്രാദികളിൽ പലരും മൺമറിഞ്ഞു പോയി റബ്ബേ. അതിൽ വലിയൊരു വിഭാഗം ഈ പടിൻ്റെ ചുറ്റുഭാഗത്ത് കിടക്കുകയാണ് റഹ്മാനെ. അതുപോലെ റബ്ബേ, ഞങ്ങൾ ഇങ്ങനത്തെ സദസ്സുകളിൽ ഞങ്ങളോട് ഒരുമിച്ച് കൂടിയ പലരും മരിച്ചു പോയിട്ടുണ്ട് റബ്ബേ. ഞങ്ങൾ കാണുമ്പോൾ ദ്വാരക്കണമെന്ന് പറയുന്ന പലരും മരിച്ചുപോയ റബ്ബേ. ഞങ്ങളോട് ഒന്നിച്ച് യാത്ര ചെയ്ത്, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചവർ, ഒന്നിച്ച് നോമ്പ് തുറന്നവരൊക്കെ മരിച്ചുപോയ കൂട്ടത്തിലുണ്ട് റബ്ബേ. അതിനെല്ലാം ഉപരി റബ്ബേ, ഞങ്ങൾ ഉസ്താദുമാർ, മുഅല്ലിമുകൾ, മുതഅല്ലിമുകൾ എന്നൊക്കെ പറയപ്പെടുന്നവർ, ഇൽമിന്റെ അഹ്ലുകാർ എന്ന് പറയപ്പെടുന്നു, പഠിക്കാനും പഠിപ്പിക്കാനും പല ഒത്താശകൾ ചെയ്തു തന്നവർ റഹ്മാനെ. സ്ഥാപനങ്ങൾ ഉണ്ടാക്കി തന്നവർ, ഭക്ഷണം നൽകിയവർ, വസ്ത്രം നൽകിയവർ, കിതാബ് വാങ്ങി തന്നവർ, പല വിധത്തിൽ സഹായിച്ചവർ റഹ്മാനെ. ആ കൂട്ടത്തിലൊക്കെ മരിച്ചു പോയവരുണ്ട് റബ്ബേ. ഈ പറയപ്പെട്ടവരുടെ ഖബറിലെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾ അറിയില്ല റഹ്മാനെ. ഖബറിന്റെ വള്ളയിൽ വെച്ച് ആരെങ്കിലും വല്ല വിഷമവും അനുഭവിക്കുന്നതിന് റഹ്മാൻ റഹീമീനായ റബ്ബേ മാപ്പ് കൊടുക്കണേ റഹ്മാനെ, പുറത്തു കൊടുക്കണേ റഹ്മാനെ, ഇതൊക്കെ ചെയ്ത് വിടണേ റഹ്മാനെ. സുഖം അനുഭവിക്കുന്നവരുടെ സുഖം നാൾക്ക് നാൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണേ റഹ്മാനെ. ഈ പറയപ്പെട്ട കൂട്ടത്തിലെ ഹയാത്തുള്ളവർ റഹ്മാനെ നീ കൃപ ചെയ്യണേ റഹ്മാനെ. ആരോഗ്യം കൊടുക്കണേ റഹ്മാനെ. ആരോഗ്യത്തോടു കൂടി ദീർഘായുസ് നൽകണേ റഹ്മാനെ. റബ്ബുൽ ആലമീനായ നാഥ, എല്ലാ കാര്യത്തിലും ഖൈറും ബറക്കത്തും ചെയ്യണേ റഹ്മാൻ. റബ്ബേ, ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയവർ റബ്ബേ പരമാതിരി ഉദ്ദേശങ്ങൾ, ആവശ്യങ്ങളുണ്ട് റഹ്മാനെ. എല്ലാം എനിക്ക് നന്നായി അറിയാം റബ്ബേ. ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ എളുപ്പത്തിൽ സാധിപ്പിക്കണേ റഹ്മാൻ. റഹ്മാൻ റഹീമീനായ റബ്ബേ, ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയ കൂട്ടത്തിൽ പല രോഗങ്ങളുണ്ട്, വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ. നീ ശിഫ നൽകണേ റഹ്മാൻ. നിന്റെ ശിഫയല്ലാതെ ശിഫയില്ല, ശിഫ നൽകണേ റഹ്മാനെ. പല രോഗികളും റഹ്മാനെ നീ ശിഫ നൽകണേ റഹ്മാനെ. രോഗം വല്ലാത്ത വർദ്ധിച്ച കാലം റബ്ബേ, മരുന്നുകളൊന്നും വേണ്ടത്ര ഫലം ചെയ്യാത്ത കാലം റഹ്മാനെ. നിന്റെ മൂമിനുകളായ അടിമകൾ ഇവിടെ കുപ്പികളിൽ വെള്ളം കൊണ്ടുവച്ചിരിക്കുന്ന റഹ്മാനെ, ഈ സദസ്സിന്റെ ഹുർമത്തിൽ വിശ്വസിച്ചുകൊണ്ട് റബ്ബേ
അത് അവരെ ഈമാനാണ് റഹ്മാനെ. ആ ഈമാന്റെ ബറക്കത്ത് കൊണ്ട് ഈ കുപ്പികളിലൊക്കെയുള്ള വെള്ളം നല്ല മരുന്നാക്കണേ റഹ്മാൻ, നല്ല മരുന്നാക്കണേ റഹ്മാൻ, സിദ്ധ ഔഷധമാക്കണേ റഹ്മാൻ, വില പിടിച്ച മരുന്നാക്കി കൊടുക്കണേ റഹ്മാൻ. അല്പമെങ്കിലും പള്ളയിലെത്തുന്നവരുടെ ശാരീരികവും മാനസികവുമായ രോഗങ്ങളെ തൊട്ടൊക്കെ ശിഫ കൊടുക്കണേ റഹ്മാന്. മാരകമായ രോഗങ്ങൾ വരുന്നതിനെ തൊട്ട് നീ കാക്കണേ റഹ്മാന്. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങള് നിന്റെ ഇൽമ്, നിന്റെ ഖുർആൻ അതിവിടെ പഠിക്കാനും നിലനിർത്താനും ആരംഭിക്കുന്ന ഈ ദർസ് റഹ്മാനെ, അത് നീ നല്ല വിജയത്തിലാക്കണേ റഹ്മാന്. ആ ദർസിനെ ദേഹം കൊണ്ടോ ധനം കൊണ്ടോ സഹായിക്കുന്നവർ അവരെ നീ സഹായിക്കണേ റഹ്മാനെ. അത് മുതഅല്ലിം റബ്ബുൽ ആലമീനായ നാഥ ഇൽമ് നൽകണേ റഹ്മാനെ. നല്ല ആലിമീങ്ങളാക്കണേ റഹ്മാനെ. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങളോട് പലരും ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ. ആ കൂട്ടത്തിൽ വലിയൊരു വിഭാഗം രോഗശമനത്തിന് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവർ റബ്ബേ. ആ കൂട്ടത്തിൽ ചിലർ രോഗശയ്യയിൽ കിടക്കുന്നവർ, ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവർ, ICUവിൽ പാർക്കുന്നവർ റഹ്മാനെ, ക്യാൻസർ രോഗം ബാധിച്ചവർ, കിഡ്നി സംബന്ധമായ രോഗം ബാധിച്ച് തളർന്നു പോയവർ, ബോധമില്ലാതെ കിടക്കുന്നവരൊക്കെ ഉണ്ട് റഹ്മാനെ. ചെറുപ്പ വലുപ്പ വ്യത്യാസമില്ലാതെ പലരും റബ്ബേ നീ ശിഫ നൽകണേ റഹ്മാന്. ആരോഗ്യം കൊടുക്കണേ റഹ്മാന്. ആരോഗ്യത്തോട് ദീർഘായുസ് നൽകണേ റഹ്മാന്. റബ്ബെ, പല ആളുകൾക്ക് കടത്തിലും വിഷമത്തിലും ഒക്കെ പെട്ടിട്ട് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട് റഹ്മാന്. ഞങ്ങളുടെയും അവരുടെയും എല്ലാ കടങ്ങളും വിഷമങ്ങളും ബാധ്യതകളും നീ തീർക്കണേ റഹ്മാൻ. ദുനിയാവിൽ ആർക്കെങ്കിലും വല്ല കടമോ ബാധ്യതയോ ബാക്കി വെച്ചുകൊണ്ട് മരിച്ചു പോകുന്നതിനെ തൊട്ട് നീ കാക്കണേ റഹ്മാൻ. മക്കളില്ലാതെ ദ്വാരക്കാൻ പറഞ്ഞ പലരുമുണ്ട് റഹ്മാനെ. മക്കളില്ലാത്തതുകൊണ്ട് ഞങ്ങളോട് പറയുന്ന റബ്ബേ നീ മക്കളെ കൊടുക്കണേ റഹ്മാനെ. നീ മക്കളെ കൊടുക്കണേ റഹ്മാനെ. സ്ത്രീകളുടെ വിവാഹ കാര്യത്തിൽ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട് റബ്ബേ. അനുയോജ്യമായ ഭർത്താക്കൾക്ക് എളുപ്പത്തിൽ വിവാഹം ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്കും അവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാൻ. ഈ പരിപാടിയുടെ വറക്കത്തുകൊണ്ട്, ഈ ദർസിന്റെ വറക്കത്തുകൊണ്ട് ഈ പ്രദേശത്ത് വിവാഹപ്രായമെത്തിയ സ്ത്രീകളെ എളുപ്പത്തിൽ വിവാഹം ചെയ്തു കൊടുക്കാൻ ഇവിടെയുള്ള രക്ഷിതാക്കൾക്ക് നീ പ്രത്യേക തൗഫീഖ് കൊടുക്കണേ റഹ്മാൻ. സ്ത്രീകളുടെ സുഖപ്രസവത്തിന് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട് റഹ്മാന്. ഞങ്ങളുടെയും അവരുടെയും ഒക്കെ ബന്ധുമിത്രാദികൾ ഗർഭിണികളായ സ്ത്രീകൾ സുഖപ്രസവമായി സലാമത്താക്കണേ റഹ്മാന്. ഓപ്പറേഷന് ഇടവരുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാന്. ചില ഗർഭിണികളായ സ്ത്രീകൾ പള്ളകളിലുള്ള കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ബേജാറായിട്ടുണ്ട് റഹ്മാന്. ചില സ്ത്രീകൾ ഒന്നിലധികം കുഞ്ഞുങ്ങൾ, അതുപോലെ റബ്ബേ ഡോക്ടർമാർ കാലയെ കൂട്ടി അതിന് ഹാർട്ടിന് കേടാണ്, ലിവറിന് കേടുണ്ട്, കിഡ്നിക്ക് തകരാറാണ്, എടുത്തു കളയണം എന്നൊക്കെ പറയുന്ന റബ്ബേ, ജീവനുള്ള മക്കളെ റഹ്മാനെ, ജീവനുള്ള കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യരുത് എന്ന ഞങ്ങളുടെ ഉപദേശം കേട്ട് ക്ഷമിക്കുന്ന ഗർഭിണികളായ സ്ത്രീകൾ റബ്ബേ, ആ പള്ളകളിലുള്ള കുഞ്ഞുങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അതിൻ്റെ കുഞ്ഞുങ്ങൾക്കുള്ള സകല അയബുകളും നീ തീർക്കണേ റഹ്മാനെ. റബ്ബേ, ആ കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നതോടെ ആരോഗ്യമുള്ള മക്കളാക്കണേ റഹ്മാന്. ദീർഘായുസുള്ള സന്താനങ്ങളാക്കണേ റഹ്മാന്. അർഹമർ റഹീമീനായ റബ്ബേ, പല കാര്യത്തിനും തയ്യാറാക്കാൻ പറഞ്ഞവരുണ്ട് റഹ്മാനെ. ഞങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഉറക്കോ മറതിയോ ഇല്ലാത്ത റഹ്മാനെ, ഞങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുള്ളവരുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ എളുപ്പത്തിൽ പൂർത്തിയാക്കണേ റഹ്മാനെ. പലരും ഇക്കാര്യത്തിന് സംഭാവന ചെയ്തിട്ട് ഇവിടെ ദ്വാരക്കാൻ പറഞ്ഞ ലിസ്റ്റ് റഹ്മാനെ, ആരൊക്കെ എന്തെല്ലാം ദ്വാരക്കാൻ പറഞ്ഞെന്ന് എനിക്കറിയാം റഹ്മാനെ. ആ കാര്യങ്ങളൊക്കെ നീ എളുപ്പത്തിൽ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാൻ. അവിടെ പലരും ഈ ദർസിനെ സഹായിച്ചുകൊണ്ട് ഇവിടെ പലതും ചെയ്തവരുണ്ട് റഹ്മാനെ. കുട്ടികൾക്ക് കിടക്കയും കട്ടയും ഒക്കെ നൽകി റബ്ബേ. അതിൻ്റെയൊക്കെ വറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും അവർക്കും സ്വർഗം തരണേ റഹ്മാന്. ആ സ്വർഗത്തിലുള്ള കട്ടിലുകളിലൊക്കെ കിടക്കാൻ തൗഫീഖ് തരണേ റഹ്മാന്. അർഹമർ റഹീമീനായ റബ്ബേ, നിന്റെ ദീന് സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാന്. ദുനിയാവിൽ ആഖിറത്തിൽ ഒട്ടും ചുരുങ്ങിപ്പോകാതെ ദുനിയാവിൽ തന്നെ നീ കൊടുക്കണേ റഹ്മാന്. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ നാട്ടുകാർ, സ്നേഹിതന്മാർ, ബന്ധുമിത്രാദികൾ ഇവരിൽ നിന്നൊക്കെ വിദേശങ്ങളിൽ പോയി താമസിക്കുന്നവരുണ്ട് റഹ്മാനെ. എല്ലാ ആപത്തുകൾ അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാൻ. ജോലിയില്ലാത്തവർക്ക് മാന്യമായ ജോലി കൊടുക്കണേ റഹ്മാന്. പലരും ജോലിയില്ലാതെ റൂമുകളിൽ കഴിച്ചു കൂട്ടുന്നവരുണ്ട്, മാന്യമായ ജോലി കൊടുക്കണേ റഹ്മാന്.
വിദേശത്തുള്ള സാമ്പത്തിക പ്രതിസന്ധി കാരണം പല കമ്പനികളും അടച്ചുപൂട്ടാണ് റഹ്മാനെ, പലരും പിരിച്ചുവിടുന്ന റഹ്മാനെ, നീ കാക്കണേ റഹ്മാനെ. അതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് റഹ്മാനെ, സാധുക്കളായ അടിമകൾക്ക് ഉപകാരമുള്ളതാണ് റബ്ബേ. അതിൻ്റെ ഒക്കെ ബറക്കത്തുകൊണ്ട് ആ നേമത്ത് അവർക്ക് നിലനിർത്തണേ റഹ്മാനെ. ആ നേമത്ത് അവരിൽ നിന്ന് ഊരപ്പെടുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാൻ. പലരും പല കേസുകളിൽപ്പെട്ട് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട് റബ്ബേ. അതൊക്കെ അവരെ കുറ്റം കൊണ്ടാണെങ്കിലും മാപ്പ് കൊടുക്കണേ റഹ്മാനെ, നീ സലാമത്താക്കണേ റഹ്മാനെ. പലരും ജയിലിൽപ്പെട്ട് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട് റഹ്മാനെ, നിന്റെ മഹതായ ഫദ്ല് കൊണ്ട് നീ സലാമത്താക്കണേ റഹ്മാനെ. അതൊക്കെ അവരെ കുറ്റം കൊണ്ടാണെങ്കിലും മാപ്പ് കൊടുത്ത് സാലിഹ്യങ്ങളാക്കണേ റഹ്മാനെ. ഈമാന്റെ ബറക്കത്ത് കൊണ്ട് സലാമത്താക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ നന്നാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കച്ചവട വ്യാപാരങ്ങളിലും കൃഷികളിലും തൊഴിലുകളിലുമെല്ലാം അനേകായിരം റഹ്മത്തും ബറക്കത്തും ചൊരിച്ചു തരണേ റഹ്മാനെ. റബ്ബേ, അവസാനം ഞങ്ങളുടെയൊക്കെ അവസാനത്തെ നിമിഷം ഏറ്റവും നന്നാക്കണേ റഹ്മാനെ. മരണത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന ഘട്ടത്തിലല്ലാതെ പെട്ടെന്ന് മരിച്ചു പോകുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. എവിടെയെങ്കിലും കുഴഞ്ഞു വീണ് മരിച്ചു പോകുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അപകടത്തിൽ പെടുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അപകടം കൂടിയ കാലം റബ്ബേ, വാഹന അപകടങ്ങൾ കൂടിയ കാലം, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരൊക്കെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന കാലം റബ്ബേ, നീ കാക്കണേ റഹ്മാനെ. അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. പരിക്കുകൾ സംഭവിക്കുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. പോസ്റ്റ്മോർട്ടം നടത്തേണ്ട അവസ്ഥയെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഞങ്ങളെ കാക്കണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണേ റഹ്മാനെ. ഭാര്യ മക്കളെ കാക്കണേ റഹ്മാനെ. സഹോദര സഹോദരികളെ കാക്കണേ റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും കാക്കണേ റഹ്മാനെ. ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ക്യാൻസർ, കിഡ്നി സംബന്ധമായ രോഗം, തളർന്നു പോകൽ, ഇങ്ങനെയുള്ള രോഗങ്ങൾ പെട്ടെന്ന് ബാധിക്കുന്ന കാലം നീ കാക്കണേ റഹ്മാനെ. അപ്പേ, ചില പനികൾ പേടിയാകുന്ന റഹ്മാനെ, നീ കാക്കണേ റഹ്മാനെ. നിന്റെ കാവലല്ലാതെ കാവലില്ല, നീ കാക്കണേ റഹ്മാനെ. അർഹമർ റഹീമീന റബ്ബേ, നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള വില പിടിച്ച ശക്തികൾ, ഞങ്ങളെ ബുദ്ധിശക്തി, ഞങ്ങളെ ഓർമ്മശക്തി, ഞങ്ങളെ കാഴ്ച, കേൾവി തുടങ്ങിയുള്ള ശക്തികൾ അവസാനത്തെ വീർപ്പ് വരെ റബ്ബേ നീ കാക്കണേ റഹ്മാനെ. എന്തെങ്കിലും അപകടങ്ങൾ, കേടുകൾ പറ്റുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള വില പിടിച്ച അവയവങ്ങൾ, ഞങ്ങളെ തലച്ചോറ്, ഞങ്ങളെ ഹാർട്ട്, ഞങ്ങളെ ലിവർ, ഞങ്ങളെ കിഡ്നികൾ, കൈകാലുകൾ റബ്ബേ അവസാനത്തെ വീർക്ക് വരെ എന്തെങ്കിലും കേട് പറ്റുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാൻ. ഇത്തരം ശക്തികൾക്കോ അവയവങ്ങൾക്കോ വല്ല കേടും ബാധിച്ചവർ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങളുടെ ദ്വാരക്കാൻ പറഞ്ഞവരുടെ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ടെന്ന് റബ്ബേ നീ ശിഫ നൽകണേ റഹ്മാൻ. റബ്ബുൽ ആലമീനായ നാഥ, ശരിയായ ഓർമ്മയോടും ബോധത്തോടും കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരിക്കാൻ തൗഫീഖ് തരണേ റഹ്മാൻ. ഖബറിലെ ഫിത്നകളെ തൊട്ട് കാക്കണേ റഹ്മാൻ. നരകത്തെ തൊട്ട് കാക്കണേ റഹ്മാൻ. ഞങ്ങൾക്ക് സ്വർഗം തരണേ റഹ്മാൻ. സ്വർഗത്തിൽ വെച്ച് നിന്നെ കാണാൻ തൗഫീഖ് തരണേ റഹ്മാൻ. ഞങ്ങളെ മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, ഉസ്താദുമാർ, സുഹൃത്തുക്കൾ, ഭാര്യ മക്കൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരോടും കൂടി സ്വർഗത്തിൽ വെച്ച് നിന്നെ കാണാൻ തൗഫീഖ് തരണേ റഹ്മാൻ. നിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിലെ വെള്ളം വാങ്ങി കുടിക്കാൻ തൗഫീഖ് തരണേ റഹ്മാനെ. അവിടുന്ന് കിടക്കുന്ന മദീനയിൽ റൗദാ ശരീഫിൽ ചെന്ന് സലാം ചെല്ലാൻ തൗഫീഖ് തരണേ റഹ്മാൻ. ഹജ്ജ്, ഉംറ, സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് തരണേ റഹ്മാൻ. ഈ പ്രാവശ്യം ഹജ്ജിന് കൊടുത്തിട്ട് പലരും ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് റബ്ബേ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഹാജിമാർ തയ്യാറെടുക്കുകയാണ് റഹ്മാനെ. നീ അവരെ സഹായിക്കണേ റഹ്മാനെ. നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. മക്കയിലേക്കും മദീനയിലേക്കുമൊക്കെ നിന്റെ അതിഥികളായി വരുന്നവരെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ആപത്തുകൾ, അപകടങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. ഹജ്ജ് വേളയിലോ മറ്റോ എന്തെങ്കിലും സംഭവിച്ചെന്ന് കേൾക്കുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. റബ്ബേ, നിന്റെ കഅബ ശരീഫ്, നിന്റെ ഹബീബായ നബിയുടെ റൗദ ശരീഫ് ഒക്കെ നിലകൊള്ളുന്ന സൗദി അറേബ്യ നീ കാക്കണേ റഹ്മാനെ. ശത്രുക്കളുടെ കണ്ണിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. ശത്രുക്കളുടെ കയ്യെ തൊട്ട് കാക്കണേ റഹ്മാനെ. ശത്രുക്കളുടെ വഞ്ചനയെ തൊട്ട് കാക്കണേ റഹ്മാനെ. റബ്ബേ, പൊതുവേ മുസ്ലിം നാടുകൾ റഹ്മാനെ നീ ഐക്യം പ്രദാനം ചെയ്യണേ റഹ്മാൻ. എല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ. നീ കാക്കണേ റഹ്മാനെ. നീ സമാധാനം നൽകണേ റഹ്മാനെ. ലോകത്ത് മുഴുവനും സമാധാനം നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ നാട്ടിൽ നീ സമാധാനം നൽകണേ റഹ്മാനെ. റഹ്മർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ ദുനിയാവും ആഖിറവും നീ നന്നാക്കണേ റഹ്മാനെ.
റബ്ബേ വലിയ ആശയോടുകൂടി ഉയർത്തിയ ഈ കൈകൾ മടക്കല്ല റഹ്മാനെ. ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം തരണേ റഹ്മാനെ. ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.